പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. ഞാന് വാട്സാപ്പില് മെസ്സേജിലൂടെ കഴിഞ്ഞ ഞായറാഴ്ച നാളെ മുതൽ എന്ന് പറഞ്ഞാൽ തിങ്കൾ മുതൽ 3 ദിവസം തുടർച്ചയായി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും എന്ന് മെസ്സേജിലൂടെ അറിയിക്കുകയുണ്ടായി. അങ്ങനെ അറിയിക്കാനുള്ള ഒരു കാരണം, ഞാൻ നാട്ടിലേക്ക് ഇവിടെ ജോലി തിരക്കും, രാവിലെ 4 മണിക്ക് 3:30 മണിക്കൊക്കെ എണീറ്റ തുടങ്ങി. പിന്നെ ഒരു രാത്രി 7-8 മണി വരെ ജോലി തിരക്കൊക്കെ ആകുന്നത് കൊണ്ട് ക്ലാസ് എടുക്കാൻ തീരെ സൗകര്യമില്ല. അപ്പൊ ഒരു 3 ദിവസം വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു 5-8 ക്ലാസ്സുകളെങ്കിലും തുടർച്ചയായിട്ട് ഇരുന്ന് എടുക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ മെസ്സേജ് ഇട്ടത്. പക്ഷേ വീട്ടിലേക്ക് പോയെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. അതിനുവേണ്ടി ഓടി നടക്കേണ്ടി വന്നു. അതിനിടയിൽ സമയം ലഭിച്ചില്ല. അതുകൊണ്ടാണ് ക്ലാസ്സുകൾ എടുക്കാൻ കഴിയാതിരുന്നത് എന്ന് എൻ്റെ സഹോദരങ്ങളെ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഇന്ന് അർഷുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പൊതുവായ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് സംശയത്തിൽ വന്നതല്ലെങ്കിലും നമ്മൾ യഹ്മിലു അർഷ റബ്ബിക സമാനിയത്തുൻ എന്ന് പറയുന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ ഒരു സഹോദരൻ ആ അർഷും കൂടി കൂട്ടത്തിൽ വിശദീകരിച്ചാൽ കൂടുതൽ വ്യക്തമാവുമായിരുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പൊതുവായ ഒരു വിശദീകരണം ഞാൻ അതിന് നൽകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആമുഖമായിട്ട് 1-2 കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മനുഷ്യന്റെ സാമാന്യ ബോധത്തിനും ബുദ്ധിക്കും നിരക്കാത്ത, അവയെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള കെട്ടുകഥകള്, ഊഹങ്ങള്, ഐതിഹ്യങ്ങള്, പിന്നെ നീട്ടി വലിച്ച് നമ്മുടെ ചങ്കിൽ നിന്ന് ഒരു ഭക്തി അഭിനയിപ്പിക്കുന്ന രൂപത്തിലുള്ള ചില പ്രാർത്ഥനകളും ഒക്കെ നടത്താനും അത്തരം കെട്ടുകഥകളും ഊഹങ്ങളും ഐതിഹ്യങ്ങളും പ്രചരിപ്പിക്കാനും ഇവിടെ ലക്ഷങ്ങളും കോടികളും ചിലവഴിക്കാനും അതിനു വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യാനും ഇവിടെ സംവിധാനങ്ങളുണ്ട്, ആളുകളുണ്ട്. പക്ഷേ മനുഷ്യ ബുദ്ധിക്ക് നിരക്കുന്നതും അവന്റെ യുക്തിക്കും ബോധത്തിനും അനുയോജ്യമായതുമായ വായനയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ, അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ, ആ രൂപത്തിലുള്ള ഖുർആനിന്റെ ഈ ആശയങ്ങളെ ഒന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ട രൂപത്തിൽ സഹായിക്കാനോ ഇതിനെ വളർത്തിക്കൊണ്ടുവരാനോ നമ്മളിൽ പലരും തയ്യാറല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതിനൊരുപാട് കാര്യങ്ങൾ ആ രംഗത്ത് പറയാനുണ്ട്, പക്ഷെ ഞാനതൊന്നും പറയുന്നില്ല. ഇന്നിപ്പോ നമ്മള് അർശ് എന്നുള്ളത് തന്നെ നോക്കൂ. സാമാന്യ ബുദ്ധിക്കും ബോധത്തിനും യുക്തിക്കും നിരക്കാത്ത വിശദീകരണങ്ങളാണ് അതിന് നമ്മൾ ഖുർആനിലൂടെ നൽകിയിരിക്കുന്നത്. എന്നിട്ട് അത് സമൂഹ മധ്യത്തിൽ പരിഹസിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ അർശ് ചുമക്കാൻ 8 മലക്കുകളാണ് അത്രേ. അതാണ് അതിന്റെ ചിത്രത്തിൽ തന്നെ ഒരു മസില് ചിത്രത്തില് നമ്മുടെ സഹോദരൻ കൊടുക്കാൻ കാരണം. മസിലുള്ള 8 മലക്കുകൾ, അത് സിംഹാസനം അങ്ങനെ ചുമന്ന് നിൽക്കുക. എന്താണ് അതിലൊരു യുക്തി? എന്താണ് അതിന്റെ സാമാന്യ ബോധം? മനുഷ്യന്റെ സാമാന്യ ബോധത്തെയും യുക്തിയെയും പരിഹസിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന രൂപത്തിലുള്ള വ്യാഖ്യാനമാണ്. പിന്നെ അത് സമൂഹത്തിൽ പരിഹസിക്കപ്പെടാതിരിക്കുമോ? നമ്മൾ സിംഹാസനം എന്ന് കേൾക്കുമ്പോ ഒരു സാധാരണ ഒരു മനുഷ്യന്, ഒരു സാമാന്യ ബോധമുള്ള മനുഷ്യനും യുക്തിയും ബുദ്ധിയുള്ള മനുഷ്യനും അതൊരു കസേരയാണ് എന്ന് ആരും മനസ്സിലാക്കൂല. അള്ളാഹുവിന്റെ കുർസി, അള്ളാഹുവിന്റെ അർശ് എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഒന്നും വേണ്ട, നമ്മള് അള്ളാഹുവിനെ വിട്ടൊരു ഭരണാധികാരിയിലേക്ക് കൊണ്ടുവന്ന് വരും. ആ ഏകാധിപതിയുടെ അല്ലെങ്കിൽ
സ്വേച്ഛാധിപതികളുടെ സിംഹാസനങ്ങൾ തകർന്നടിയുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോ അയാൾ ഇരിക്കുന്ന കസേരകളോ അയാൾ ഇരിക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ഇരിപ്പിടമോ തകർന്ന് പൊളിഞ്ഞു വീഴുമെന്നാണോ അർത്ഥം? അതല്ല, അയാൾ നടപ്പിലാക്കുന്ന നിയമവ്യവസ്ഥകളും സംവിധാനങ്ങളും അവിടെ ആ രാജ്യത്ത് നടപ്പിലാക്കിയിരുന്ന നയങ്ങളും ഒക്കെ ഇല്ലാതാകും എന്നാണോ അതിന്റെ അർത്ഥം? എന്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി. എത്ര വലിയ ഏകാധിപതിയാണെങ്കിലും എത്ര വലിയ സ്വേച്ഛാധിപതിയാണെങ്കിലും അയാളുടെ സിംഹാസനങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകും എന്ന് പറഞ്ഞാൽ, അതാണല്ലോ ഞാനിങ്ങനെ എൻ്റെ പഠന കാലഘട്ടത്തിൽ ഞാനിങ്ങനെ ഈ ബിൽക്കീസിന്റെ അർഷ് ജിന്ന് കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ വെറുതെ തമാശക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു, അതിനേക്കാളും നല്ലൊരു സിംഹാസനം പിന്നെ ബിൽക്കീസ് പണിത് അവിടെ ഇരിക്കുന്ന എന്നല്ലാതെ പിന്നെ എന്താ അതുകൊണ്ട് കാര്യം? നമ്മുടെ അയൽപക്കത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ അയാളുടെ അധികാര സിംഹാസനങ്ങളൊക്കെ തകർന്നു എന്ന് പറയുമ്പോ ആ പിന്നെ ഭരണസിരാ കേന്ദ്രത്തിൽ അദ്ദേഹം അതുവരെ ഇരുന്നിരുന്ന കസേരകളൊക്കെ പൊളിഞ്ഞു വീണു എന്നാണ് അർത്ഥം എന്നുള്ളത് ഒരു സാമാന്യ ബോധവും ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ചാൽ മതി. ബാക്കി ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ അള്ളാഹു ഈ അർഷ് എന്ന് പറയുന്നത് നമ്മളെ അർഷ് എന്നുള്ളത് തന്നെ ഷറഅ എന്നുള്ളത് നമ്മൾ പറയാം. അള്ളാഹുവിന്റെ ശരീഅത്ത് എന്ന് പറയുന്നത് ഈ ഷറഅ എന്നുള്ളത് തന്നെയാണ്. അർഷ് എന്നുള്ള വാക്കിനും ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹുവിന്റെ കുർസി എന്ന് പറയുമ്പോൾ വസിയ കുർസിഹു എന്ന് പറയുന്ന അവൻ ഇരിക്കുന്ന കസേര വലിയ കസേരയാണ് എന്നുള്ള അർത്ഥത്തിനല്ല. ഒരു രാജ്ഞിയുടെ സിംഹാസനം എടുത്തുകൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരിയ്ക്കുന്ന കസേര എണീറ്റ് പോയപ്പോ എടുത്തു കൊണ്ടുവന്നു എന്നല്ല. എടുത്തുകൊണ്ടുവന്നാൽ എന്താ പ്രശ്നം? അതിനേക്കാളും നല്ല ഒരു പിന്നെ സിംഹാസനം അവിടെ പണിതുണ്ടാക്കി വീണ്ടും അവിടെ ഇരിക്കും എന്നല്ലാതെ എന്തായാലും അതൊക്കെ ഒരു പരിഹാസ്യമായ വിശദീകരണങ്ങളാണ്. എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ വിശദീകരണം നൽകിയിട്ട് നമ്മളെ അത്തരം യുക്തിരഹിതമായ സാമാന്യ ബോധത്തിനും ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതായ വിശദീകരണങ്ങൾക്ക് പിന്നെ പ്രചരണം നൽകാനാണ് ഇവിടെ എല്ലാ സംവിധാനങ്ങളും എല്ലാ സമ്പത്തും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആമുഖമായി എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിച്ചത്. അപ്പോ യഹ്മിലു അർശ റബ്ബിക്ക എന്ന് പറയുന്നത് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക, അത് സിംഹാസനമല്ല എന്നുള്ളത് അവന്റെ ഖവാനീനുകൾ, അവന്റെ മഫാഹിമുൻ നാളിമകൾ അൽ ഹാക്കിമ എന്ന് പറയുന്നതാണ്. അവൻ അവിടെ നടപ്പിലാക്കുന്ന ഹുക്കുമുകൾ, നയങ്ങള്, അവിടുത്തെ നിയമങ്ങള്, നിയമവ്യവസ്ഥകള്, ഇതൊക്കെയാണ് ഒരാളുടെ അർഷ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അർഷ്? അൽ ഖവാനീനു വൽ മഫാഹിമുൻ നാളിമ അൽ ഹാക്കിമ. ഇതാണ് ഒരാളുടെ അർഷ് എന്ന് പറയുന്നത്. അൽ ഖവാനീനു തന്നെ കാനൂന്, ഖവാനീനു തന്നെ ലോസ്, നിയമവ്യവസ്ഥകൾ, അയാളുടെ നയങ്ങള്, അയാളുടെ അറിവുകൾ, അയാള് മനസ്സിലാക്കിയ അറിവുകളൊക്കെ ഓരോ പിന്നെ നടപ്പിലാക്കുമ്പോഴാണ് ആ ഭരണാധികാരി, അയാള് ക്രൂരമായ നയങ്ങളാണെങ്കിൽ, ക്രൂരനാണെങ്കിൽ അയാൾ ക്രൂരമായ നയങ്ങളാണ് അവിടെ നടപ്പിലാക്കുക. ഏകാധിപതിയാണെങ്കിൽ ഏകാധിപത്യ വ്യവസ്ഥിതികളാണ് അയാൾ അവിടെ നടപ്പിലാക്കുക. അതൊക്കെയാണ് അയാളുടെ അർഷ് എന്ന് പറയുന്നത്. അതാണ് പിന്നെ സമരത്തിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും ജനരോഷത്തിലും ഒക്കെ തകർന്നടിയുക എന്ന് പറയുന്നത് അതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അർഷ്. ഞാൻ പറഞ്ഞു, അത് ഇങ്ങനെ ഇത്തരം അർഷുകൾ 7 മേഖലകളിലൂടെയാണ് ഈ വിജ്ഞാനത്തിന്റെ, ഈ വ്യവസ്ഥിതിയുടെ 7 മേഖലകളാണ് ഖുർആനിൽ പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞത് അതാണ്.
7 മേഖലകളാണ് അത് വിശദീകരിക്കുന്നത്. അർഷുൽ ഇസ്സത്ത് മുതൽ അർഷുൽ ഇസ്സ മുതൽ അങ്ങോട്ട് പോവുകയാണ്. അർഷുൽ റബ്ബ്, അൽ അർഷുൽ അലീം, അൽ അർഷുൽ കരീം, അൽ അർഷുൽ മജീദ്, അൽ അർഷുൽ മജീദ്, അർഷുൽ റഹ്മാൻ, അർഷുൽ ഹുവിയത്തുൽ ബാത്തിനിയ. അതിന് ഖുർആൻ ഉപയോഗിച്ച വാക്ക് അർഷുഹു എന്നാണ്. അർഷുഹു വകാന അർഷുഹു അലൽ മായി എന്ന് പറയുന്നത് അതാണ്. അള്ളാന്റെ അർഷ് വെള്ളത്തിന്റെ മുകളിലായിരുന്നു എന്നാണ്. ഈ സിംഹാസനം വെള്ളത്തിന്റെ മുകളിലിട്ടിട്ടായിരിക്കുന്നത്. അൽമാ നമ്മൾ പറഞ്ഞു, അർഷ് അൽമാ നമ്മൾ പറഞ്ഞു മനുഷ്യന്റെ റൂഹിനെ, ആത്മീയമായ ചൈതന്യത്തെ അവനിൽ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അറിവ് ജ്ഞാനമാണ് അവന്റെ മാ എന്ന് പറയുന്നത്. അത് അവനിൽ ആ വിജ്ഞാനത്തിന്റെ ആത്മീയമായ ജലം, ആത്മീയ ജ്ഞാനത്തിന്റെ ജലം അവനിൽ പ്രവർത്തിക്കുമ്പോഴാണ് അവന്റെ ആത്മീയത, അവന്റെ റൂഹ് ചലനാത്മകമാകുന്നത്. നമ്മൾ ഈ അർഷിന്, അത് അർഷും കരീം, ഖുർആനും കരീം, അർഷുൻ അലീം, ഖുർആനും അലീം, അർഷും മജീദ്, ഖുർആനും മജീദ്, ഇതൊക്കെ ഇതിന് സമാനമായി ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അർഷുൽ കരീം എന്ന് പറയുമ്പോൾ ഖുർആനും കരീം എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അർഷുൻ അലീം എന്ന് പറയുമ്പോൾ ഖുർആനും അലീം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അർഷും മജീദ് എന്ന് പറയുമ്പോൾ, അൽ അർഷുൽ മജീദ് എന്ന് പറയുമ്പോൾ ഖുർആനും മജീദ് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലും ഒരു സാമ്യതയുണ്ട് എന്നാ പറയണത് ഞാന്. അതിലൊരു യോജിപ്പുണ്ട് എന്നാണ് പറയണത്. ആ 7 അർഷ ഉപയോഗിക്കുമ്പോ 7 അതേ തലത്തിൽ തന്നെ ഖുർആനിന്റെ വിശേഷണങ്ങളായിട്ടും അർഷിന്റെ വിശേഷണമായി പറഞ്ഞ അതേ വിശേഷണങ്ങൾ തന്നെ ഖുർആനിന്റെ വിശേഷണങ്ങളായിട്ടും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്, മുസ്ഹഫിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചന നൽകുന്നുള്ളൂ. അതൊക്കെ ഇനി വിശദീകരണം വരും. എന്താണ് അർഷുൽ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യന്റെ അർഷിന്റെ തുടക്കാണ്. ആ അർഷുൽ ഇസ്സത്തിൽ നിന്ന് അർഷുൽ റബൂബിയത്തിലേക്ക്, പിന്നെ അർഷുൽ അലീമിലേക്ക്, അൽ അർഷുൽ കരീമിലേക്ക്, അൽ അർഷുൽ മജീദിലേക്ക്, അർഷുർ റഹ്മാൻ, റഹ്മാന്റെ അർഷ്, അതൊരു ഇൻസാൻ രൂപപ്പെടുന്ന തലത്തിലേക്ക് അവന്റെ ജ്ഞാനങ്ങൾ വളരുമ്പോഴാണ് അർഷുർ റഹ്മാനിലേക്ക് എത്തുന്നത്. അത് ഞാൻ ഓരോന്നും വിശദീകരിക്കാം. ഓരോന്ന് വിശദീകരിക്കാൻ ഓരോ ക്ലാസ്സുകൾ വേണം. അപ്പൊ അർഷുർ റഹ്മാൻ, അർ റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ, ഒരു ഇൻസാനിയത്ത് ഒരാളിൽ രൂപപ്പെടുന്ന, അവനിൽ റഹ്മാനിയത്ത് രൂപപ്പെടുന്ന ജ്ഞാനങ്ങളിലേക്ക് അവന് എത്തുമ്പോഴാണ് അവന് അർഷുർ റഹ്മാനിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അർഷുൽ ഹുവിയത്തുൽ ബാത്തിനിയ, അത് വിശദീകരിക്കാനുണ്ട്. അർഷുഹു ഹുവ, ഇതാണ്. അപ്പൊ പൊതുവായ 1-2 കാര്യങ്ങളാണ് ഞാൻ അതിൽ സൂചിപ്പിച്ചത്. പ്രധാനമായിട്ടും നമ്മൾ അർഷ് എന്ന് കേൾക്കുമ്പോ, അല്ലെങ്കിൽ ഉറൂഷ് എന്ന് കേൾക്കുമ്പോ, ഒഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ എന്നൊക്കെ പറയുമ്പോ ഏതെങ്കിലും ഒരു സിംഹാസനം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കുർസി എന്ന് കേൾക്കുമ്പോ തെക്രീസാണ് അവറ്റ്, തെക്രീസുള്ളയാണ് അത്. ആ തെക്രീസുള്ള വസിയാണ്, വിശാലമായ ജ്ഞാനത്തിന്റെ വ്യവസ്ഥയുടെ അറിവിന്റെ ലോകമാണ് അള്ളാഹുവിൻ്റെത് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അവനിരിക്കുന്ന കസേര വലിയ കസേരയാണ് എന്നുള്ള അർത്ഥത്തിനല്ല. ഇത്രയൊക്കെയാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ യഹ്മിലു അർഷ റബ്ബിക എന്ന് പറയുന്ന ഈ ആശയം ഇത്രയും കിട്ടിയാൽ തന്നെ ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് ബാക്കി ചിന്തിച്ചെടുക്കാൻ കഴിയും. അല്ലാത്ത ആളുകൾക്ക് വിശദമായ വിശദീകരണങ്ങൾ നമ്മൾ അർഷുൽ ഇസ്സത്ത് മുതൽ അർഷുഹു ഹുവ വരെയുള്ള
ആ അർഷകൾ ഓരോന്നും വിശദീകരിക്കുമ്പോൾ അവന്റെ ജ്ഞാന മേഖല ഉയർന്നു പോകുന്നത് എവിടേക്കാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സലാം.